നമസ്കാരം. ഫിഷ് ആൻഡ് ഫിഷറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യകൃഷിയും ചെമ്മീൻ കൃഷിയും ഒട്ടനവധി കാര്യങ്ങളിൽ വേറിട്ട സ്വഭാവ സവിശേഷതകളും വളർത്തുന്ന രീതികളും ഉള്ളവയാണ്. ഇതിനെല്ലാം ഉപരിയായി ആഭ്യന്തര മാർക്കറ്റിനേക്കാൾ കയറ്റുമതി ലക്ഷ്യം വെച്ചാണ് ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിഷയം എടുത്തു പറയുന്നത് എന്തെന്നാൽ, മത്സ്യകൃഷിയിലും ചെമ്മീൻ കൃഷിയിലും മാർക്കറ്റിംഗ് എന്ന ഘടകം മത്സ്യത്തെ വളർത്തുന്നതിനൊപ്പം പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. വിളവെടുത്ത ചെമ്മീൻ മൊത്തമായി വാങ്ങുന്ന എക്സ്പോർട്ടേഴ്സ് ഉണ്ട് എന്നതാണ് ചെമ്മീൻ കൃഷിയിലെ മാർക്കറ്റിംഗിന്റെ സൗകര്യം. ഈ സൗകര്യം മത്സ്യകൃഷിയിൽ കുറവാണ്. പൂർണ്ണമായും ആഭ്യന്തര മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് മത്സ്യകൃഷി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ മത്സ്യം കഴിക്കുന്ന ധാരാളം ആളുകളും അവർക്ക് നല്ല മത്സ്യം ആവശ്യവുമാണ് എന്നുള്ളതാണ് കാരണം. നമ്മുടെ മത്സ്യ ഉൽപാദനത്തിന്റെ 95% ആഭ്യന്തര ഉപഭോഗത്തിന് വേണ്ടിയാണ്. 142 കോടി ജനങ്ങൾ ഉള്ളതും ലോക ജനസംഖ്യയുടെ 17.76% വരുന്നതുമായ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മത്സ്യത്തിന്റെ ആവശ്യകത വളരെ ഉയർന്നതാണ്. ഇന്ത്യയിലെ മത്സ്യ ഉൽപാദനം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കണക്കുകളാണ് ഓരോ വർഷവും ഉയരുന്ന പ്രതിശീർഷ മത്സ്യ ഉപഭോഗം. ചുറ്റും കടലും കടൽ നിറയെ മീനും എന്ന അവസ്ഥയിലുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും കഴിഞ്ഞാൽ മത്സ്യ ഉപഭോഗത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഗോവ. 2022 കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിനെ പിന്തള്ളി കേരളം 2-ാം സ്ഥാനത്തുണ്ട് എന്ന് ഇന്ത്യൻ ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് 2022 റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗോവ സംസ്ഥാനത്ത് ഒരു വ്യക്തി ഒരു വർഷം ശരാശരി 78 കിലോഗ്രാം മത്സ്യം ഭക്ഷിക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ പക്ഷേ പ്രതിശീർഷ മത്സ്യ ഉപഭോഗം 17.93 കിലോഗ്രാം മാത്രമാണ്. അതായത് കേരളത്തിലെ ഒരു വ്യക്തിക്ക് ഒരു ദിവസം വെറും 50 ഗ്രാം മത്സ്യം മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മത്സ്യത്തിന് കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണെന്നും ഈ കണക്ക് വ്യക്തമാക്കുന്നു. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ 86.8% ഭവനങ്ങളിലും മത്സ്യം കൃത്യമായി വാങ്ങുന്നുണ്ടെന്നും നഗരങ്ങളിൽ അത് 79.4% വീടുകളിലാണ് എന്നും ഈ പഠനം സൂചിപ്പിക്കും. ഒന്നുകൂടി വിശകലനം ചെയ്താൽ കേരളത്തിലെ ഏകദേശം 40 ലക്ഷം വീടുകളിലെങ്കിലും മത്സ്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണക്കാക്കാം. മത്സ്യബന്ധനത്തിലൂടെ ഒരു വർഷ കാലയളവിൽ കേരളത്തിൽ ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവിനെ കുറിച്ച് പരിശോധിക്കാം. അവസാന കണക്കുകൾ പ്രകാരം ഏകദേശം 6 ലക്ഷം ടൺ കടൽ മത്സ്യങ്ങളും 2.25 ലക്ഷം ടൺ ഉൾനാടൻ മത്സ്യവും നമുക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. കടലിൽ നിന്ന് ലഭിക്കുന്ന ഈ 6 ലക്ഷം ടൺ മത്സ്യത്തിൽ ഏകദേശം 3 ലക്ഷം ടൺ മാത്രമാണ് ഭക്ഷ്യ ആവശ്യത്തിനായി ഉപയോഗിക്കപ്പെടുന്നത്. നിലവിൽ കേരളത്തിന്റെ വാർഷിക പ്രതിശീർഷ മത്സ്യ ഉപഭോഗം ഏകദേശം 18 കിലോ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം കേരളത്തിൽ ശരാശരി 3000 ടൺ മത്സ്യം ഭക്ഷണ ആവശ്യത്തിനായി ആവശ്യമുണ്ട് എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് മത്സ്യകൃഷിയുടെ പ്രസക്തി. ഒരു വർഷത്തിൽ കടലിൽ നിന്ന് ആവശ്യത്തിന് മത്സ്യം ലഭിക്കുന്നത് പരമാവധി 200 ദിവസം മാത്രം എന്ന് കണക്കാക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പതിവ് പോലെ തന്നെ മത്സ്യം വാങ്ങാൻ ഉപഭോക്താവെത്തും. ഈ ദിവസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഗുണനിലവാരം തീരെയില്ലാത്ത മത്സ്യങ്ങൾക്ക് അവസരം നൽകാതെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച മത്സ്യങ്ങളെ കൃത്യമായി കച്ചവട സ്ഥാപനങ്ങളിലേക്കും ഉപഭോക്താവിലേക്കും എത്തിച്ചു കൊടുക്കാമെന്ന ഉറപ്പ് മത്സ്യ കർഷകൻ നൽകണം. ഫ്രഷായി ചിക്കൻ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത്രയും ആവശ്യക്കാർ കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രോയിലർ ചിക്കൻ വ്യവസായം അതിവേഗം വളരാനുള്ള ഒരു കാരണം ഫ്രഷായ ചിക്കൻ ഏതു സമയത്തും ക്ലീൻ ചെയ്ത് ലഭിക്കുമെന്ന ഓപ്ഷൻ ഉപഭോക്താവിന് വളരെ സൗകര്യപ്രദമായിരുന്നു. അതുപോലെ എപ്പോൾ ആവശ്യപ്പെട്ടാലും മത്സ്യങ്ങൾ ഫ്രഷായി ക്ലീൻ ചെയ്ത് ലഭിക്കും എന്നുറപ്പുണ്ടെങ്കിൽ ഒരു മത്സ്യവും വിൽക്കാൻ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരില്ല. കാരണം ഫാമിൽ നിന്ന് നേരിട്ടോ ഓർഡറുകൾ മുൻകൂട്ടി നൽകിയോ ഉപഭോക്താവ് വാങ്ങിയിരിക്കും. മത്സ്യബന്ധനം പ്രാഥമിക തൊഴിലായി ചെയ്യുന്ന 222 മത്സ്യഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. ഇവ പ്രധാനമായും അറബിക്കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളിലും ഉൾനാടൻ ജലാശയങ്ങളോടും അനുബന്ധിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്.
മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ സംഭാവനയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കടലിനോടും കാറ്റിനോടും മല്ലിട്ട് അവർ കരയ്ക്കെത്തിക്കുന്ന പിടയ്ക്കുന്ന മത്സ്യം ലഭിക്കുന്നില്ല എങ്കിൽ ഫോർമാലിൻ, സോഡിയം ബെൻസോയേറ്റ്, നാനോ സിൽവർ, അമോണിയ എന്നുവേണ്ട നമുക്ക് അറിയുന്നതും അറിയാൻ വയ്യാത്തതുമായ വിഷങ്ങൾ പുരട്ടിയ മത്സ്യങ്ങൾ ദിവസേന നമ്മൾ വാങ്ങി കഴിക്കേണ്ടി വന്നേനെ. ഇവിടെയാണ് മത്സ്യകൃഷിയുടെയും മത്സ്യ കർഷകൻ്റെയും സ്ഥാനവും അവസരവും. കടലിൽ നിന്ന് 365 ദിവസവും ഒരേപോലെ മത്സ്യം ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം. മത്സ്യം ധാരാളമായി ലഭിക്കുന്ന സമയങ്ങളിൽ മത്തിക്ക് കിലോ 20 മുതൽ 50 രൂപയും അയലയ്ക്ക് 70 മുതൽ 120 രൂപയും ഒക്കെ ആയിരിക്കും ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളിലെ മൊത്തവില. തുടർച്ചയായി ഇത്തരം മത്സ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവ ശീതീകരണത്തിലേക്ക് പോയാലും ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ ചിലപ്പോൾ സാധിക്കില്ല എന്നതിനാൽ ഒരു വലിയ ശതമാനം വളത്തിനും മറ്റു ഭക്ഷ്യ ഇതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു. ഉയർന്ന വിലയുള്ള ചെമ്മീൻ, ട്യൂണ വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങൾ, നെമ്മീൻ, ഷാർക്ക്, കൂന്തൽ തുടങ്ങിയ ഇനങ്ങൾ ആധുനിക സൗകര്യങ്ങളുള്ള കോൾഡ് സ്റ്റോറേജുകളിൽ -4 ഡിഗ്രി താപനിലയിൽ കൃത്യതയോടെ സൂക്ഷിക്കുവാൻ തക്ക സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ധാരാളമായി ഉണ്ട്. മലയാളികളുടെ ഇഷ്ടവിഭവമായ മത്തി പക്ഷേ ഇതുപോലെ പലപ്പോഴും സൂക്ഷിക്കാറില്ല. എന്നാൽ ഇതേ മത്തി 400 രൂപ കിലോഗ്രാമിന് വിൽക്കുന്നതും വാങ്ങുന്നതും നമ്മൾ കണ്ടു. ആ അനിശ്ചിതത്വം തന്നെയാണ് മത്സ്യബന്ധന വ്യവസായത്തിൻ്റെയും മത്സ്യകൃഷി വ്യവസായത്തിൻ്റെയും ഗുണവും ദോഷവും. മത്സ്യം പിടിക്കാൻ പോകുന്നവർക്ക് ഇന്ന് ധാരാളം മീനുണ്ട്, ബാക്കി 2 ദിവസം കഴിഞ്ഞു പിടിക്കാം എന്ന് കരുതി വിട്ടുകളയുക സാധ്യമാവുന്നില്ല. എന്നാൽ ഒരു മത്സ്യ കർഷകന് മത്സ്യത്തിൻ്റെ ലഭ്യത കൂടി നിൽക്കുന്ന സമയങ്ങളിൽ മത്സ്യം പിടിക്കുന്നത് ഒഴിവാക്കുവാനും ആവശ്യകത ഏറുന്ന സന്ദർഭങ്ങളിൽ തൻ്റെ മത്സ്യം വിൽക്കുവാനും സാഹചര്യമുണ്ട്. യുക്തിപൂർവം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരു കർഷകൻ വിജയിക്കുന്നത്. ട്രോളിംഗ് നിരോധനമുള്ള ജൂൺ ജൂലൈ മാസങ്ങളിൽ അല്ലാതെ തന്നെ പല സമയങ്ങളിലും കടലിൽ നിന്ന് മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരിക്കും. ഈ അവസരം നോക്കിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ചെറിയ വിലയ്ക്ക് വളത്തിനു വേണ്ടി ശേഖരിക്കുന്ന മത്സ്യങ്ങളെ മാർക്കറ്റിലെത്തിച്ച് വിഷം പുരട്ടി വിളമ്പുന്നത്. ഉയർന്ന വിദ്യാഭ്യാസവും ചിന്താശേഷിയുമുള്ള ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം പുറം മത്സ്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് വ്യക്തമായി അറിയാം. പക്ഷേ പലപ്പോഴും സ്ഥിരമായി വാങ്ങുന്ന കച്ചവടക്കാരനെ വിശ്വസിച്ച് ചതിയിൽ പെട്ടുപോകുന്നതാണ്. മത്സ്യം വാങ്ങുന്നവരെയും മത്സ്യം വിൽക്കുന്നവരെയും ഒരേപോലെ ബോധവൽക്കരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. മത്സ്യം വിൽക്കുന്നതിന് സർക്കാരിൻ്റെ ലൈസൻസ് നിർബന്ധമാക്കുകയും വിൽപ്പനയ്ക്കായി എത്തിച്ച മത്സ്യത്തിൻ്റെ ഗുണനിലവാരം കച്ചവടക്കാർ തന്നെ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ വിൽക്കാവൂ എന്ന ഒരു നിബന്ധന നടപ്പിലാക്കുകയും വേണം. പലതവണ പരിശോധനകളിൽ പരാജയപ്പെട്ട മത്സ്യ വിൽപ്പന കേന്ദ്രം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന തരത്തിൽ വീണ്ടും മുളച്ചു പൊങ്ങുന്നത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനും ലൈസൻസ് ഏർപ്പെടുത്തുന്നത് വഴി സാധിക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തുന്ന പരിശോധനകൾ കൊണ്ട് മാത്രം മോശം മത്സ്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ സ്ഥാപനത്തെ വിശ്വസിച്ച് മത്സ്യം വാങ്ങുന്ന ഉപഭോക്താവിൻ്റെ ആരോഗ്യം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കച്ചവടക്കാരനുമുണ്ട്. മോശം മത്സ്യം വിൽക്കുന്ന കടകളിലെ കച്ചവടം ഇടിയുകയും നല്ല മത്സ്യം മാത്രം വിൽക്കുന്ന കടകൾക്ക് മുന്നിൽ ഉപഭോക്താക്കൾ കാത്തുനിന്ന് വാങ്ങും എന്ന യാഥാർത്ഥ്യം കച്ചവടക്കാർ തിരിച്ചറിയണം. മത്സ്യബന്ധനവും മത്സ്യകൃഷിയും ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന 2 മേഖലകളാണ്. 2 മേഖലകൾക്കും സേവനവും ഉത്തരവാദിത്വവും ഉള്ളവയാണ്. നല്ലത് നൽകിയാണ് ഞാൻ എൻ്റെ ഉപജീവനം നടത്തുന്നത് എന്ന അഭിമാനവും ഉത്തരവാദിത്വവും 2 വിഭാഗങ്ങൾക്കുമുണ്ട്. കടലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയങ്ങളിൽ മത്സ്യകൃഷിയിൽ നിന്നുള്ള ഐസ് പോലും ചെയ്യാത്ത മത്സ്യങ്ങൾ കൃത്യമായി മാർക്കറ്റിൽ എത്തിക്കുവാൻ കർഷകൻ തയ്യാറായിരിക്കണം. ഏതൊക്കെ സമയങ്ങളിലാണ് കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ കുറവ് വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വിവിധ മാർഗങ്ങളുണ്ട്.
ട്രോളിംഗ് നിരോധനവും മോശം കാലാവസ്ഥയും മത്സ്യബന്ധനത്തിന് വിലക്കുള്ള സമയങ്ങളാണ്. മത്സ്യസമ്പത്ത് കൂടി കുറഞ്ഞതോടെ വറുതിയിലായി തീരാം. കടലിന്റെ താപനില കൂടുന്ന ചൂടുള്ള മാസങ്ങളിലും മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞിരിക്കും. മീൻ വിൽക്കുന്ന മാർക്കറ്റുകളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മത്സ്യങ്ങളുടെ ലഭ്യതയും വിലയിലെ ഉയർച്ചയും താഴ്ചയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരുകയും അത്തരം സാഹചര്യങ്ങളിൽ വില കുറഞ്ഞ വളർത്തു മത്സ്യങ്ങളായ തിലാപ്പിയ, പൂമീൻ പോലുള്ള മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിക്കുവാൻ ശ്രമിക്കണം. മത്സ്യകൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ ജീവനോടെ മാർക്കറ്റിൽ എത്തിക്കുവാനും കർഷകൻ ശ്രമിക്കേണ്ടതാണ്. ആന്ധ്രയിൽ നിന്ന് 2-3 ദിവസങ്ങൾ ഐസിൽ ഇരുന്നു വരുന്ന തിലാപ്പിയുടെ രൂപവും ഭാവവും നമ്മൾ എത്തിക്കുന്ന തിലാപ്പിയയ്ക്കും സമാനമാണ് എങ്കിൽ ആന്ധ്ര തിലാപ്പിയയ്ക്ക് കിട്ടുന്ന 70 രൂപ പ്രതീക്ഷിക്കുവാനേ വഴിയുള്ളൂ. മത്സ്യം പിടിക്കുന്നതിനെക്കുറിച്ചും അവ വൃത്തിയായും കേടുകൂടാതെയും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിൻ്റെ വിവിധ രീതികളെക്കുറിച്ചും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം.